നമസ്കാരം. നമ്മളിന്ന് ജൂട്ടൻ എന്ന ആത്മകഥയിലെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദോ തീൻ വാക്യോമേ ഉത്തർ ലിഖോ, അത്തരത്തിലുള്ള 5 ചോദ്യങ്ങൾ. 100 ശബ്ദവുമേ ഉത്തർ ലിഖി, അത്തരത്തിലുള്ള 3 ചോദ്യങ്ങൾ. സപ്രസംഗ വ്യാഖ്യ കീജി, അത് 3 ചോദ്യങ്ങൾ. 4-മത്തേതും അവസാനത്തേതുമായത് നിബന്ധ ലിഖി, ജൂട്ടൻ ആത്മകഥാഖ്യ ആധാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ദോ തീൻ വാക്യോമേ ഉത്തർ ലിഖി, അതിലെ 1-മത്തെ ചോദ്യം ഇതാണ്. जबलपुर के लिए तबादले के समय लेखक की पारिवारिक समस्याएं क्या क्या थी? അപ്പോൾ ജബൽപൂരിലേക്കുള്ള സ്ഥലമാറ്റത്തിന്റെ സമയത്ത് ലേഖകന്റെ കുടുംബത്തിന്റെ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഉത്തർ, लेखक के सास ससुर की तबीयत खराब चल रही थी. उनकी पत्नी चंदा का इलाज भी चल रहा था. वह आस्मा से पीड़ित थी. इन समस्याओं के कारण वे तबादले पर जाने को स्थिति में नहीं थे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മായിയുടെയും അമ്മായിപ്പിൻ്റെയൊക്കെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചന്ദയുടെ ചികിത്സ, ആസ്മയ്ക്കുള്ള ചികിത്സയും നടക്കുകയായിരുന്നു. അപ്പം അത് കാരണം അദ്ദേഹത്തിന് ഈ ട്രാൻസ്ഫർ സ്വീകരിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു സാഹചര്യമായിരുന്നു. ഇനി 2-മത്തെ ചോദ്യം, ജബൽപൂർ ജാനയ്ക്ക് വിഷയമേ അന്തിമ ലേഖനെ ക്യാ നിർണയ ലിയ? ജബൽപൂരിലേക്ക് പോകുന്ന വിഷയത്തിൽ അവസാനമായി എന്ത് തീരുമാനമാണ് ലേഖകൻ എടുത്തത് എന്നുള്ളതാണ്. काफी सोच विचार करने के बाद लेखक ने अकेले जबलपुर जाने का निश्चय किया. वहां पहुंचने के बाद सपरिवार रहने की व्यवस्था करने पर घर गृहस्थी का सामान ले जाएंगी. चंदा कुछ दिन उसके माता पिता के साथ रहेंगी, फिर उनकी अनुमति से उसे भी ले जाएंगी. അപ്പോൾ എന്താണ് തീരുമാനിച്ചത്? വളരെയധികം ചിന്തിച്ചതിന് ശേഷം തനിച്ച് ജബൽപൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് കുടുംബമായി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം തൻ്റെ ഭാര്യയായ ചന്ദയെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി ജബൽപൂരിലേക്ക് കൊണ്ടുപോകാം എന്ന ചിന്തയാണ് അവസാനം അദ്ദേഹം എടുത്തത്. ഇനി 3-മത്തെ ചോദ്യം, ലേഖകോ അപ്നെ വാത്മീകി സർനാം കെ കാരണം ക്യാ ക്യാ കഠിനായിയാ ഹുയി? അദ്ദേഹത്തിൻ്റെ സർനെയിം ആയ വാത്മീകി കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ലേഖകന് നേരിടേണ്ടതായി വന്നത് എന്നുള്ളതാണ്. संयुक्त महाप्रबंधक एन के वार्ष्णेय ने लेखक के वाल्मीकि सरनाम को लेकर उनसे कई प्रश्न किए. उनकी योग्यता, अनुभव आदि पर ध्यान दिए बिना आवासीय कॉलोनी की सफाई से लेकर सीवेज आदि के काम को देखने का अनुभव उन्हें सौंपा गया. उनका तकनीकी ज्ञान इस सरनाम के कारण पीछे धकेल दिया गया. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ജോയിന്റ് ജനറൽ മാനേജറായ എൻ കെ വാർഷ്ണെ അദ്ദേഹത്തിൻ്റെ ഈ വാത്മീകി എന്ന സർനെയിം കാരണം അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ യോഗ്യതയും അനുഭവപരിചയവും ഒന്നും പരിഗണിക്കാതെ അദ്ദേഹം ആളുകൾ താമസിച്ചിരുന്ന കോളനിയുടെ ശുചീകരണം, അതുപോലെ തന്നെ അഴുക്കുചാൽ അതിൻ്റെമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും സാഹിത്യകൃതികളിലുള്ള ആ അറിവും ഒന്നും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇനി 4-മത്തെ ചോദ്യം, अनुभव के पद ग्रहण करने के पहले लेखक ने छुट्टी के लिए क्यों आवेदन किया? അപ്പോൾ ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം അവധിക്ക് അപേക്ഷിച്ചു.
എന്തുകൊണ്ടാണ്? लेखक ने सोचा कि पद ग्रहण करने के पहले पत्नी चंदा भी साथ रहे तो ठीक रहेगा। सरकारी आवास की भी उन्हें मिल गया था, इसलिए घर गृहस्थी का सामान भी शिफ्ट करना था. അപ്പോൾ തൻ്റെ ഭാര്യയും കൂടെ കൂടെ കൊണ്ടുപോകണമെന്നും വീട്ടിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കണം, വീട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം കുറച്ച് ദിവസം അവധി ആഗ്രഹിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, മഹേന്ദ്ര വസിഷ്ഠ് കോൻ ഥ? മഹേന്ദ്ര വസിഷ്ഠ് ആരായിരുന്നു എന്നാണ് ചോദ്യം. മഹേന്ദ്ര വസിഷ്ഠ് जबलपुर की ऑर्डिनेंस फैक्ट्री के जॉइंट कंट्रोलर ऑफ डिफेंस अकाउंट्स थे. जीसीएफ में ही उनका कार्यालय था. वे व्यंग्य कथाकार के रूप में भी जाने जाते हैं. മഹേന്ദ്ര വസിഷ്ഠ് ആണ് അദ്ദേഹത്തോട് വളരെ അനുഭാവത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ജബൽപൂരിലെ ഓർഡിനൻസ് ഫാക്ടറിയിലെ ജോയിന്റ് കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ആയിരുന്നു. അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വ്യംഗ്യ കഥാകൃത്ത് എന്ന രീതിയിലും അറിയപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ രീതിയിലുള്ള ദോ തീൻ വാക്യം ഉത്തർ ലിഖോ എന്ന വിഭാഗത്തിൽ ചോദിക്കാവുന്ന ചോദ്യം. ഇനി നമുക്ക് ഏക് സൗ ശബ്ദോമേ ഉത്തർ ലിഖിയെ എന്ന തരത്തിലുള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, तबादले के समय ओम प्रकाश वाल्मीकि की मानसिक स्थिति कैसी थी? സ്ഥലം മാറ്റ സമയത്ത് ഓം പ്രകാശ് വാൽമീകിയുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു എന്ന്. അപ്പോൾ ഓം പ്രകാശ് वाल्मीकि को तोप गाड़ी फैक्ट्री जबलपुर के लिए तबादला मिला. इन दिनों में पारिवारिक समस्याओं से उलझ गए थे. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം കുടുംബ പ്രശ്നങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു. സാ സസുർ കി തബിയത്ത് ഖരാബ് ചൽ രഹി തി. അദ്ദേഹത്തിന്റെ അമ്മായിയുടെയും അമ്മായിപ്പിന്റെ ഒക്കെ രോഗസ്ഥിതി വളരെ മോശമായിരുന്നു. ഉൻകി പത്നി ചന്ദ ആസ്മ സെ പീഡിത തി. ഉസ്കാ ഇലാജ് ഭി ചൽ രഹാ ത. ഭാര്യയുടെ ചികിത്സയും ആസ്മയ്ക്കുള്ള ചികിത്സയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തബാദലെ സെ ഉനെ പദോന്നതി മിൽനെ വാലി തി. ട്രാൻസ്ഫർ മൂലം അദ്ദേഹത്തിന് വലിയൊരു പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്. തബാദല റദ്ദ് കിയാ ജായെ തോ വേ പദോന്നതി ചോടനെ കോ ഭി തയ്യാർ ഥെ. അപ്പോൾ ആ പ്രൊമോഷൻ ഉപേക്ഷിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു, ഈ ട്രാൻസ്ഫർ മാറ്റാൻ വേണ്ടിയിട്ട്. ലേക്കിൻ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് കെ ചെയർമാൻ കാ സഖ്ത് ആദേശ് था कि जिनके तबादले हुए हैं उन्हें तत्काल अपने नई जगह जाकर नया पद संभालना है. പക്ഷേ കർശനമായ നിർദ്ദേശമുണ്ടായി, ട്രാൻസ്ഫർ കിട്ടിയവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളത്. तबादले की खबर मिली तो सास ससुर काफी परेशान हो गई. അപ്പോൾ അമ്മായിപ്പനൊക്കെ വളരെയധികം ടെൻസ്ഡായി. उन्हें समझाने की कोशिश की कि जो सुख दुख होगा एक साथ रहेंगे, लेकिन ससुर इससे लिए तैयार नहीं हुई. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിച്ചെങ്കിലും, അങ്ങനെ ആഗ്രഹിച്ചുവെങ്കിലും അവരാരും തയ്യാറല്ല. बार बार के अनुरोध पर भी वे देहरादून छोड़ जाने को तैयार नहीं. നിരവധി തവണ പറഞ്ഞിട്ടും അവർ ദെഹ്റാദൂൻ ഉപേക്ഷിക്കാനായിട്ട്, അവിടുന്ന് മാറാനായിട്ട് തയ്യാറല്ല. वे दिन लेखक के लिए गहरी निराशा के दिन थे. वे मानसिक द्वंद्व से गुजर रहे थे. അപ്പോൾ അതുകൊണ്ട് ആ സമയം ലേഖകൻ വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ സമയമായിരുന്നു എന്നുള്ളതാണ്. अब इनी രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നയേ അനുഭാഗമേ ലേഖക को कौन सा काम सौंपा गया? പുതിയ വിഭാഗത്തിൽ ലേഖകന് ഏത് തരത്തിലുള്ള ജോലികളാണ് ഏൽപ്പിക്കപ്പെട്ടത് എന്നാണ് ചോദ്യം. संयुक्त महाप्रबंधक एन के वार्ष्णेय ने लेखक के वाल्मीकि सरनाम को लेकर उनसे कई प्रश्न किए. അദ്ദേഹത്തോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു ഈ പേരുമായി ബന്ധപ്പെട്ട്. उसकी योग्यता और अनुभव पर ध्यान नहीं दिए बिना आवासीय कॉलोनी की सफाई सीवेज आदि का दायित्व उन्हें सौंपा दिया गया. അദ്ദേഹത്തിന്റെ കഴിവും അനുഭവപരിചയവും ഒന്നും പരിഗണിക്കാതെ കോളനിയുടെ ശുചീകരണവും മലിനജലത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്.
उस അനുഭാഗ് में 100 से अधिक सफाई कर्मी और उतने ही श्रमिक थे. ഇവിടെ നൂറുകണക്കിന് തൊഴിലാളികൾ ഉള്ള ഒരു വിഭാഗമാണ്. कॉलोनी में जो बाजार था वहां के दुकानदार से किराया वसूल करने का काम भी था. അവിടെയുള്ള കെട്ടിടങ്ങളിൽ നിന്നും കടക്കാരിൽ നിന്നും ഈ കടയുടെ വാടക പിരിക്കാനുള്ള ജോലിയും അദ്ദേഹത്തിന്. അത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ജോലിയായിരുന്നു. वह तो कठिन काम था क्योंकि उनमें कई तनिक वर्षों से किराया नहीं देते थे. നിരവധി വർഷങ്ങളായിട്ട് വാടക കൊടുക്കാത്ത ധാരാളം ആളുകൾ അവിടെയുണ്ട്. ബാസാർ में जो गुंडा थे उसे പിടന മുഷ്കിൽ ബാത്തി. അവിടെ ഗുണ്ടായിസം കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ മെരിക്കണം, അല്ലെങ്കിൽ അവരോടായിട്ടൊക്കെ ബന്ധപ്പെടണം എന്നുള്ളതാണ്. കഭി കഭി സിർ പുട്ടനെ കാഭി അവസർ ആത്താ ഹെ. അപ്പോൾ ചില സന്ദർഭങ്ങൾ തല പൊട്ടേണ്ട വരെ അവസരങ്ങൾ, എന്ന് വെച്ചാൽ അത്ര അടിപിടിയൊക്കെ ഉണ്ടാകുന്ന, ശാരീരികമായി അക്രമം വരെ നേരിടേണ്ടതായ അത്ര അപകടം പിടിച്ചൊരു ജോലിയാണ് ഇദ്ദേഹത്തിന് നൽകപ്പെട്ടത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. രാജേഷ് വാജ്പേയിനെ ലേഖകോ കിസ് പ്രകാർ സാന്ത്വന ദി. രാജേഷ് വാജ്പേയി എങ്ങനെയാണ് അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചത് എന്നാണ് ചോദ്യം. जबलपुर के फैक्ट्री में लेखक का एक पुराना मित्र राजेश वाजपेयी था. वह मुंबई में उनके हॉस्टल का साथी था. पर मुंबई അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. उसने लेखक को सांत्वना देते हुए कहा कि सरकारी दफ्तर में बैठकर अपना काम चुपचाप करना. നമ്മുടെ ജോലി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നൊരു ഉപദേശം അദ്ദേഹം കൊടുക്കുകയുണ്ടായി. इसके साथ ही अनुभाग में काम करने वाले सफाई के कर्मचारियों को जीने का ढंग सिखाओ. അപ്പോൾ അവരെ എങ്ങനെയാണ് ശരിയായ രീതി ജീവിക്കേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുക നമ്മൾ. और उसने लेखक की छाती से लगाकर कहा कि सरकारी नौकरी है, उसे अधिक महत्व देने की जरूरत नहीं. जो काम सौंपा गया है वह अपनी क्षमता के अनुसार करना. അപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. സഫലത സ്വയം ആ ജായിക്കും. നമ്മൾ കർമ്മം ചെയ്യുക, ഫലത്തെ പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക, ഫലം നമുക്ക് തീർച്ചയായും നമുക്ക് പിന്നീട് ലഭിക്കും എന്നുള്ളതാണ്. वह एक बहुत बड़ी फैक्ट्री है, वहाँ महत्वपूर्ण उत्तरदायी उत्पादन होता है. वे एक अच्छे और योग्य अधिकारी को किसी ऐसे काम में नहीं रख पाएंगे. जल्दी ही तुम्हें अपनी योग्यता और अनुभव के अनुकूल पद पर मिलेगा. അദ്ദേഹം വലിയ ആശ്വാസമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങളുടെ കഴിവുകൾക്ക് അനുയോജ്യമായ ഒരു ജോലി അല്ലെങ്കിൽ പദവി നിങ്ങൾക്ക് കമ്പനി തീർച്ചയായും നൽകും. ഇപ്പോൾ നൽകിയിരിക്കുന്നത് അത് പൂർണ്ണ സമർപ്പണത്തോടുകൂടി ചെയ്യുക എന്നൊരു ഉപദേശമാണ് അദ്ദേഹം നൽകിയത്. അപ്പം രണ്ടാമത്തെ തരത്തിലുള്ള ചോദ്യങ്ങൾ തീർന്നിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ചോദ്യം, അത് സപ്രസംഗ വ്യാഖ്യ എന്നുള്ളതാണ്. സന്ദർഭം കുറിച്ച് ആശയം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം. तुम चाहे जितने बड़े लेखक बुद्धिजीवी बन जाना, हमारी बनाई व्यवस्था घुमा फिरा कर तुम्हें यही एहसास करती रहेगी कि तुम्हारी असली जगह क्या है. അപ്പോൾ നിങ്ങൾ വലിയ ലേഖകനോ ബുദ്ധിജീവിയോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ അല്ലെ ഓഫീസിലെ ചട്ടങ്ങളൊക്കെ നിങ്ങളെ ഇങ്ങനെയുള്ളൊരു തോന്നൽ ഉളവാക്കും, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരത്തിലെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം. അതായത് ലേഖകനെക്കുറിച്ചും സാഹിത്യകൃതിയെക്കുറിച്ചും. അപ്പോൾ അതിൻ്റെ ഒരു നമൂന. दलित साहित्य के विकास में ओम प्रकाश वाल्मीकि का योगदान महत्वपूर्ण है. अपनी आत्मकथा जूठन के कारण उनको हिंदी साहित्य में प्रतिष्ठा मिली. जूठन प्रस्तुत आत्मकथा का भाग है. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ओम प्रकाश वाल्मीकि तो एक चर्चित कथाकार, कवि और आलोचक है. लेखक लेकिन ऑर्डिनेंस फैक्ट्री में जो काम मिला वह उनकी अभिरुचि, योग्यता और अनुभव के अनुकूल नहीं था. उनकी वाल्मीकि सरनाम की बदौलत उन्हें कॉलोनी की सफाई, सीवेज आदि कामों की जिम्मेदारी सौंपी गई थी.
इससे वे बिल्कुल निराश थे। यहाँ उनके मित्र राजेश वाजपेयी जी की उक्ति है जो मजाक में कही गई थी। वे लेखक से पूछते हैं कि इस पद को ग्रहण कर तुम्हारी प्रतिक्रिया क्या है। आगे वे उपदेश के रूप में अपने अनुभव के आधार पर कहते हैं कि चाहे जितने बड़े लेखक और बुद्धिजीवी हो, व्यवस्था का भाव होने पर उसके अनुसार आचरण करना पड़ेगा। तब तुमको अनुभव होगा कि तुम्हारी असली जगह यही है। कहने का भाव यह है कि परिस्थिति के अनुसार अपने को ढालने में भी बुद्धिमता है। അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യ പ്രത്യേകം ഇനി പറയേണ്ടതില്ല. നമ്മൾ മുമ്പ് ചോദ്യോത്തരങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, वे एक अच्छे और काबिल अधिकारी को किसी ऐसे काम में नहीं रख पाएंगे जहां उसके अनुभव और उसके ज्ञान का सही इस्तेमाल न हो रहा हो. അപ്പോൾ ഇത് സന്ദർഭം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് നല്ല യോഗ്യനായ ഓഫീസറെ തൻ്റെ പരിചയവും അറിവും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിവില്ലാത്ത ജോലിയിൽ വെക്കുകയില്ല എന്ന്. അപ്പോൾ അങ്ങനെ പറയാനായിട്ടുള്ള സാഹചര്യം. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ, കോമൺ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എഴുതണം. അതിനുശേഷം लेखक को अपने वाल्मीकि सरनाम को बदौलत संयुक्त महाप्रबंधक वार्ष्णेय ने उन्हें आवासीय कॉलोनी की सफाई, सीवेज आदि के विभाग की जिम्मेदारी दी. उन्होंने लेखक को योग्यता और अनुभव पर ध्यान नहीं दिया था. लेखक सोचने लगे कि मुझे यही सब करना था तो इतनी पढ़ाई लिखाई की जरूरत ही क्या थी. प्रस्तुत भाग में उनके पुराने मित्र राजेश वाजपेयी ने उन्हें तसल्ली देते हुए कहते हैं कि एक अच्छे और योग्य अधिकारी को ऐसे स्थान में अधिक समय तक नहीं रखेंगे जहां उनके अनुभव और ज्ञान का सही इस्तेमाल न हो रहा हो. कभी तो सरकारी दफ्तरों में पदोन्नति की योग्यता, अनुभव और ज्ञान न होकर अधिकारियों की ചപ്പലൂസി ഹി ഹോത്തെ ഹെ. അപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊമോഷനൊക്കെ കിട്ടുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, ആളുകളെ മുഖസ്തുതി പറയുന്നതിൻ്റെയും കൈമണി അടിക്കുന്നതിൻ്റെയും ഒക്കെ ഭാഗമാണ് എന്നൊക്കെയുള്ള ഒരു ധ്വനിയാണ് ഇതിലൂടെ വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, तुम तो यार समाज सेवी हो, यही बनकर चलो कि अनजाने में तुम्हें समाज सेवा का अवसर दिया गया है, वह भी सरकारी समय में. അപ്പോൾ ഇതും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അദ്ദേഹം മാനസികമായി ഈ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് മാനസികമായ ആത്മബലം നൽകുന്ന ഒരു സുഹൃത്തിൻ്റെ ഉപദേശമാണ്. अब आदि इंट्रोडक्शन एഴുതിയതിനു ശേഷം लेखक को उनके सरनाम वाल्मीकि के बदौलत संयुक्त महाप्रबंधक ने कॉलोनी की सफाई विभाग का दायित्व दिया. इस पर वे निराश हो गए. वे सोचने लगे कि ऐसी काम करने के लिए योग्यता और अनुभव की जरूरत ही क्या है. यहाँ उनका मित्र राजेश वाजपेयी उन्हें तसल्ली देते हुए कहते हैं कि आप तो समाज सेवी ही है. वह मान लो कि वही सरकारी समय में आपको समाज सेवा करने का अवसर मिला है. सरकारी दफ्तरों में कभी तो योग्यता की ओर ध्यान देने बिना ही काम दिया जाता है. അപ്പോൾ പല ഓഫീസിലും യോഗ്യതയ്ക്കനുസരിച്ചല്ല എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അവസാനത്തെ ഭാഗം നിബന്ധ ലിഖി എന്നുള്ളതാണ്. आनंद प्रकाश वाल्मीकि की अपनी नौकरी की में किन किन परिस्थितियों का सामना करना पड़ा. അപ്പോൾ ഇതിൽ വ്യാഖ്യ എന്ന രീതിയിൽ നമുക്കിതിലെ ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യാഖ്യയായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നമൂന ഞാൻ വായിക്കാം. ओम प्रकाश वाल्मीकि हिंदी के बहुचर्चित कवि, कथाकार एवं आलोचक है. वे देहरादून के
ऑर्डिनेंस फैक्ट्री के एक अधिकारी थे। उनका तबादला जबलपुर की फैक्ट्री के लिए हुआ। अपने सास ससुर और पत्नी की बीमारी के कारण वे मानसिक संघर्ष का अनुभव कर रहे थे। पदोन्नति के साथ उनका तबादला हो रहा था। तबादला टाल दिए जाने पर वे पदोन्नति छोड़ देने को भी तैयार थे, लेकिन ऑर्डिनेंस फैक्ट्री बोर्ड के चेयरमैन के सख्त आदेश पर उन्हें जाना ही पड़ा। जूठन उनकी आत्मकथा जूठन का भाव है। यहाँ लेखक ने नौकरी के सिलसिले में उन्हें जिन परिस्थितियों का सामना करना पड़ा उसका विवरण है। पारिवारिक समस्याओं के कारण लेखक परिवार को देहरादून छोड़कर अकेले जबलपुर गए। जीसीएफ में अपना नया पद ग्रहण कर लिया। संयुक्त महाप्रबंधक एन.के. वार्ष्णेय ने उनके वाल्मीकि सरनाम को दृष्टि में रखकर आवासीय कॉलोनी की सफाई, सीवेज आदि कामों का दायित्व उन्हें दिया। यह काम उनकी योग्यता, अनुभव और अभिरुचि के बिल्कुल अनुकूल नहीं था, इसलिए उन्हें निराशा हुई। उनके अनुभव में 100 से अधिक सफाई कर्मी और इतने ही मजदूर थे। कॉलोनी में जो बाजार था वहां के दुकानदारों से किराया वसूल करने का काम भी होता था। यह काम बहुत कठिन था क्योंकि वहां के कई दुकानदार अनेक वर्षों से किराया नहीं देते थे। इस पर बाजार का गुंडागर्दी अलग थी। उनसे जूझना एक और मुसीबत थी। कभी कभी उनसे संघर्ष का अवसर भी होता था। इसी फैक्ट्री में लेखक का एक पुराना मित्र राजेश वाजपेयी काम करते थे। उनके लेखक की अवस्था देखकर सहानुभूति हुई। उन्होंने लेखक को तसल्ली देते हुए कहा कि तुम चाहे जितने बड़े लेखक और बुद्धिजीवी हो, तुम्हें सरकारी व्यवस्था में परिस्थिति के अनुसार बरतना पड़ेगा। आपको अधिक दिन इस पद पर नहीं रहना पड़ेगा। जल्दी ही आपकी योग्यता और अनुभव को पहचान कर उसके अनुकूल पद जरूर मिलेगा। तब तक चुपचाप अपना दिया हुआ काम करते रहना। उन्होंने आगे कहा कि तुम्हें तो किसी रिसर्च या विकास कार्य से जोड़ना चाहिए जहां तुम्हारे अनुभव का लाभ फैक्ट्री को मिलता। उनकी बातों से लेखक को नई रोशनी मिली। अनुभाग में पद ग्रहण करने से पहले वे अपने परिवार को साथ ले जाने के लिए छुट्टी लेकर देहरादून गए। जैसे ही वे देहरादून पहुंचे, अचानक उन्हें महेंद्र वशिष्ठ का फोन आया। वे ऑर्डिनेंस फैक्ट्री के जॉइंट कंट्रोलर ऑफ अकाउंट्स थे। साथ ही एक व्यंग्य कथाकार भी थे। उसका कार्यालय जीसीएफ में ही था। उन्होंने लेखक के लिए आवश्यक सुविधा का प्रबंध किया। बाद में उन दोनों का घनिष्ठ संबंध भी बन गए थे। അപ്പോൾ ഇതാണ് ജൂട്ടൻ എന്ന പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തരങ്ങൾ. അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിബന്ധ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ വ്യാഖ്യ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.